ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു കേട്ടോ. എല്ലായിടത്തും ഭയങ്കര മഴയാവൂലേ? ഇവിടെയും ഭയങ്കര മഴയാണ് കേട്ടോ. ഇന്നൊരു വെളിച്ചം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഇനി എങ്ങനെയാണാവോ, ഒരുപാട് തുണികളുണ്ട് ഉണക്കാനും. വെയിൽ കിട്ടിയാൽ ചെയ്യാൻ പറ്റുന്ന കുറേ പണികളുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെ കാണാം കേട്ടോ. കൂടുതലൊന്നും എടുക്കാൻ കഴിയുമോ അറിയില്ല, കാരണം കുറുമ്പൊക്കെ വെച്ചിട്ടല്ലേ. പിന്നെ കാട്ടന്മാർ രണ്ടാളും എണീക്കുമ്പോഴേക്ക് കുറച്ച് പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം. സ്കൂളുണ്ട്, സ്കൂൾ പറഞ്ഞയക്കണം. ചായ ഹായ് പറഞ്ഞ, ഹായ് പറഞ്ഞ. കണ്ടോ, കയ്യിലൊരു പാത്രം കൊടുത്തിരുത്തിയതാണ്. രാവിലത്തെ മൂടൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടേ ഏതെങ്കിലും ഒരു പാത്രമോ സ്പൂണൊക്കെ കൊടുത്താൽ അവിടെ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പം എൻ്റെ പണി നടക്കാൻ വേണ്ടി ഞാനൊരു പാത്രം കൊടുത്തതാണ്. ഇനി ഒന്ന് ഓക്കെ ആയാൽ ഇവിടെ നിലത്ത് വെക്കണം. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ചായ കുടിക്കുക കേട്ടോ. സ്വയം ദോശ കൊടുക്കുകയാണ്. തട്ടല്ലേ ദോശ ഇങ്ങനെ അതെടുത്തു. ദോശ ഇങ്ങനെ പിച്ച് കൊടുത്താൽ, പിച്ച് വായിൽ വെച്ചെടുത്താൽ ഓൻ തിന്നോളൂ കേട്ടോ. വേറെ വല്ല കടീനോടൊന്നും ഓനൊരു ഇഷ്ടമില്ല, ആയിട്ടില്ലല്ലോ. ദോശയാകുമ്പോൾ ഇങ്ങനെ ഒരു പൊട്ട് ദോശയൊക്കെ തിന്നും. അമ്മ തരാം. അപ്പോൾ ഞങ്ങൾ ചായ അടിക്കട്ടെ കേട്ടോ. ദോശ അല്ലാതെ ഞാനിന്ന് കുറച്ച് പത്തിരിയും കൂടി ഉണ്ടാക്കിട്ടോ. ദോശ കുറച്ചുള്ളായിരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ തിന്ന് പോവാൻ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കുറച്ച് പത്തിരിയും കൂടി ഉണ്ടാക്കി. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ. മുറ്റത്ത് ആകെ മഴ പെയ്ത് പുല്ല് മുളച്ച് കാടായി വരൽ തുടങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി. അതുകൊണ്ട് എനിക്കൊരു ലാഭമായിട്ടോ. പുല്ല് മുളച്ചതും കാടൊക്കെ വെട്ടി വൃത്തിയാക്കി തന്നു മാനേട്ടോ. ഞാൻ ഇതാ ഈ ഭാഗത്ത് അടിച്ചു വരികയാണ്. ഓല അപ്പുറത്ത് മുറ്റത്ത് പുല്ല് പറിച്ചപ്പോൾ ഞാൻ ബേക്ക് ഭാഗത്ത് ഇങ്ങനെ അടിച്ചു വരി വൃത്തിയാക്കുകയാണ്. ബേക്ക് ഭാഗത്ത് ഇതാ മതിൽമലൊക്കെ നിറയെ പുല്ല് മുളച്ച്, പുല്ലല്ല ഇങ്ങനെ പാറപ്പുറത്തൊക്കെ ഉണ്ടാവില്ലേ, ഒരതി കളയാൻ പറ്റുന്ന ഒരു സാധനം, അതാണ് ഉണ്ടായിരുന്നത്. എന്താ അതിന് പറയാന്ന് എനിക്കറിയില്ല. പിന്നെ നിറയെ മഷിത്തണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് നമ്മളൊക്കെ സ്ലേറ്റ് മായ്ക്കാൻ കൊണ്ടുപോയിരുന്നില്ലേ, സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്ന ആ സാധനം. മഷിത്തണ്ട് ഇങ്ങനെ തുരുത്തുരേനുണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നു കേട്ടോ മനസ്സിൽ. ഞാനൊക്കെ അത് കവറിലാക്കി, കുറേ പറിച്ച് കവറിലാക്കി ബാഗിൽ വെച്ച് കൊണ്ടുപോയിരുന്നു. എന്നിട്ട് സ്ലേറ്റ് നിറയെ വെറുതെ എഴുതിയിട്ടൊന്നും ഇല്ലെങ്കിലും നിറയെ കുത്തി വരയ്ക്കും, എന്നിട്ട് അതങ്ങനെ മായ്ച്ച് കളയും. അങ്ങനെ കളിച്ചിരുന്നു. അപ്പോൾ ഈ മഷിത്തണ്ടൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കി ഈ പുല്ലൊക്കെ ഇങ്ങനെ പറിക്കുകയാണ്. ഈ മതിലൊക്കെ ഇവിടുന്ന് പൊളിക്കും കേട്ടോ. ചേച്ചിക്ക് വീട് വെക്കുമ്പോൾ, അതായത് നാത്തൂന് മാനേട്ടൻ്റെ പെങ്ങൾക്ക് വീട് വെക്കുമ്പോൾ ഇവിടെ മാന്തും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ താന്ന് ഈ മുറ്റത്തിനോടൊപ്പം വരും. ഇവിടെ എത്ര ഉയരത്തിൽ ഇങ്ങനെയൊന്നും അല്ലേന്നത്. ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടി മാന്തി കുറേ താത്തുമല്ലോ, മാന്തി അങ്ങനെ താഴ്ന്നു വന്നപ്പോഴാണ് ഇവിടെ ഒരു മതിൽ പോലെ ആയി വന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ മതിൽ പോലെയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഒരു നിരപ്പായ സ്ഥലമായിരുന്നു. അപ്പോൾ അത്രയും താഴ്ത്തി മാന്തിയിട്ടാണ് ഞങ്ങൾ വീട് വെച്ചത്. ചേച്ചിക്ക് വീട് പണി നടത്തുമ്പോൾ മാന്തിയിട്ട് ഇത് നിരപ്പാക്കണം. അത് മാന്താൻ കിട്ടുമോയെന്ന് അറിയില്ല, മൊത്തം പാറയാണ്. ഞങ്ങൾ തന്നെ മാന്തിയിട്ട് കിട്ടാത്തതുകൊണ്ട് അവിടെ ഇട്ടതാണത്. അപ്പം എന്തായാലും മാന്താതെക്കാൻ പറ്റില്ലല്ലോ. ഇത് മാന്തി ഈ മുറ്റത്തിൻ്റെ ഒപ്പം നിരപ്പാക്കിയിട്ട് വേണം വീട് വെക്കാനെന്ന് പറയുന്നുണ്ട് ചേച്ചി. അപ്പോൾ മാന്താൻ കിട്ടുകയാണെങ്കിൽ മാന്താം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഞാൻ ഈ പുല്ല് പറിക്കേണ്ട ഇടയിൽ എന്നെ ഉറുമ്പ് കടിച്ചിട്ടോ. ഈ മതിൽമ വലിയൊരു ഉറുമ്പ് കൂടുണ്ടായിരുന്നു. ഈ പാറപ്പുറത്ത് എങ്ങനെ ഉറുമ്പ് ഇങ്ങനെ കൂട് കൂട്ടിയത് എന്നൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ച്. കടിച്ച കടയുന്ന ഉറുമ്പുണ്ടല്ലോ, തണുപ്പായിട്ടാണ് തോന്നുന്നത്, ആ മണ്ണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാനത് പറിക്കലിൽ ഒന്നായിട്ട് കയ്യുമ്മലായി. അപ്പോൾ പുല്ലൊക്കെ ഞാൻ അവിടെ ഇട്ട് പോയിട്ടോ. ഇത് കണ്ടോ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പുല്ലാണ്, ഈ ഒരതി കളയാൻ പറ്റണേ. ഈ കുഞ്ഞേതൊന്നും പറിച്ചാലും കിട്ടൂല, അങ്ങനത്തെ പുല്ലാട്ടോ. ഇതൊക്കെ പിന്നെ എൻ്റെ മത്തം വള്ളിയാണ്, ഞാൻ ഓരോന്ന് കുഴിച്ചിട്ടുണ്ടാക്കുന്നത്. കണ്ടോ, വെണ്ട. ഇത് ചെറിയൊരു കൃഷി ഇങ്ങനെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാട്ടോ. വെണ്ടയൊക്കെ പുഴു തിന്നു, മൊത്തത്തിൽ പുഴു തിന്ന്. കണ്ടോ, അതുമ്പോൾ കുറേ വെണ്ട ഉണ്ടായിരുന്നു. ഈ ചേമ്പൊക്കെ പഞ്ചായത്തു നിന്ന് കിട്ടിയ വിത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ടാക്കിയതാട്ടോ ഞാൻ. ഇതൊക്കെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കണ്ടോ, ഉണ്ടമുളകൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കണേ. പുഴു തിന്നണേന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഞാൻ വെറുതെ എടുത്ത് വെച്ചതാട്ടോ. ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയ സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
അപ്പോൾ ഇങ്ങനെ വെറുതെ എടുത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ ആ പണി പുല്ലർക്കലൊക്കെ നിർത്തിയിട്ട് ഞാൻ വേഗം തിരുമ്പാൻ പോയി. തിരുമ്പിയിട്ടാലും അത് ഉണങ്ങിക്കോളുമല്ലോ. പിന്നെ ബാക്കി ഇങ്ങനെ ഓരോന്ന് എടുക്കുമ്പോഴേക്ക് തുണികളൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരുമ്പാൻ പോയി. ഇത് സഞ്ജുട്ടനാണ് കേട്ടോ വീഡിയോ എടുക്കണേ. അവൻ പറയാതെ വന്ന് വേഗം എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട് കുളിച്ചോ, സ്കൂളിൽ പോകാനായി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഭാഗമൊക്കെ നന്നാക്കി വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഒന്നും ഞാൻ അപ്പം അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കി കേട്ടോ. ഒരു സ്കൂൾ പോകലൊക്കെ കഴിഞ്ഞ് സഞ്ജുവിനെയൊക്കെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെയൊക്കെ ഈ പുല്ല് വെട്ടിയതും ഇതൊക്കെ വാരിയിട്ട് എല്ലാ ഭാഗവും വൃത്തിയാക്കി കേട്ടോ. കാരണം പുല്ല് ഇതൊക്കെ നന്നാക്കാൻ നിൽക്കുമ്പോഴേക്ക് അഥവാ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തുണികളൊന്നും ഉണങ്ങൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം പോയി വേഗം തിരുമ്പിയിട്ടു. പിന്നെ ഇതിലൂടെ വന്ന് അടിച്ചു വാരി വൃത്തിയാക്കിട്ടോ. പിന്നെ ഒരു പോവാൻ നിൽക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോവാനായി. എത്ര പെട്ടെന്ന് ആ സമയം 10 മണി ആയത് എന്നൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ പോലെ പറഞ്ഞയക്കുകയാണ്. സിദ്ധുട്ടൻ്റെ ബാഗ് ഊരി പോരുന്നുണ്ട്, ഇവിടെ കെട്ടിത്തരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെയൊക്കെ കെട്ടി റെഡിയാക്കി കൊടുക്കുക കേട്ടോ. സഞ്ജുവിന് ഉറക്കം വന്ന് ആകെ കണ്ണ് തൂങ്ങിയിരുന്നു. എന്നാലും ഓല് പോയിട്ടേ ഞാൻ ഓനെ ഉറക്കാൻ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഓരോ നേരം വൈകിയാലോ വിചാരിച്ചിട്ട്. താട്ടന്മാർ പോയി. അയ്യോ, കുട്ടീൻ്റെ താട്ടന്മാർ പോയി. അപ്പം ഞങ്ങൾ ഇനിയുള്ളു കൊച്ചു വാങ്ങൂലേ അല്ലേ? അയ്യോ, താട്ടന്മാർ പോയി. ഞങ്ങൾക്ക് വാവ ഇറങ്ങാൻ സമയമായിരുന്നു അല്ലേ? ടാറ്റ എടുത്താ. അപ്പോൾ ഗായ്സ് ഞാൻ അവനെ കുളിപ്പിച്ച് ഉറക്കിയിട്ട് വരാം അല്ലേ? അപ്പോൾ സായുവിനെ കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷം ഞാൻ ബാക്കിയുള്ള അടിച്ചു വരാണ്ടെന്നതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി വാരിയിടുകയാണ്. മുറ്റത്തുനിന്ന് എല്ലാം വൃത്തിയാക്കി കയറി കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാടായിട്ടോ. അപ്പോൾ പിന്നെ വേറെയുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി. എല്ലാ പണിയും കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് ബാക്കി വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ എടുത്തിട്ടുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോ ഒക്കെ കുറച്ച് ആൾക്കാർ കാണണമൊക്കെ ഉണ്ട്, പക്ഷേ ലൈക്കോ കമൻറ്റോ ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം കേട്ടോ. നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ. ഒരു ലൈക്കും കമൻറ്റും ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അതുകൊണ്ടാവും ആരും ലൈക്ക് ചെയ്യാത്ത കമൻറ്റ് ഇടാത്തത് എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഒരാൾക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ഇടണം കേട്ടോ.